നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 2025 മെയ് മാസം 24 തീയതി 1200 ആണ്ട് ഇടവ മാസം 10 തീയതി ശനിയാഴ്ച. ഇന്ന് ശനിയാഴ്ചയാണ്. ഇന്നത്തെ നക്ഷത്രം വന്നിരിക്കുന്നത് രേവതി നക്ഷത്രമാണ്. രേവതി നക്ഷത്രം പൊതുവെ ശുഭനക്ഷത്രമാണ്. പക്ഷെ ഇന്നത്തെ ദിവസം കൊള്ളൂല, ശനിയാഴ്ച. അപ്പോൾ ഇന്ന് 50-50 ആയ ദിവസമാണ്. നക്ഷത്രം കൊള്ളാം, ദിവസം കൊള്ളൂല. ഇപ്പോൾ പോസിറ്റീവ് ഉണ്ടെങ്കിൽ പോലും അതിൻ്റെ കൂടെ നെഗറ്റീവ്സും ഉണ്ട്. ആഴ്ചയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട്. ശനിയാഴ്ചയ്ക്ക് വളരെ പ്രാധാന്യം. ശനിയെ മന്ദൻ എന്നാണ് വിളിക്കുന്നത്. മന്ദൻ എന്ന് പറഞ്ഞാൽ പതുക്കെ സഞ്ചരിക്കുന്നവൻ. അപ്പോൾ നമ്മൾ ഇറങ്ങുന്ന കാര്യങ്ങൾ അത്ര കണ്ട് സ്മൂത്തായി പോവില്ല. അപ്പോൾ ചെറിയ ചെറിയ തടസ്സങ്ങളൊക്കെ ദിവസം അന്നത്തെ നക്ഷത്രം കൊള്ളാവുന്നുള്ളത് കൊണ്ട് കാര്യങ്ങൾ കുറച്ച് നടക്കുമെങ്കിൽ ഈസിയായി നടക്കില്ല. ഒരു പ്രാവശ്യം പോവേണ്ട 3 പ്രാവശ്യം നടത്തിക്കും. അതുപോലെ അതിനനുസരിച്ച് ടെൻഷൻ ഉണ്ടാവും. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി വേണം ഇന്നത്തെ കാര്യങ്ങളിൽ ഇടപെടാൻ. ആകിലും ഇന്നൊരു കാര്യം ശുഭകാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലത്. അതുപോലെ ബർത്ത്ഡേ വന്നിട്ടുള്ളവർ, ഇടവ മാസത്തിലെ രേവതി നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെയാണ് ചിന്തിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ വളരെ സൂക്ഷിക്കണം. ഈ ഒരു വർഷം ശനിയുടെ പീരീഡാണ്. എല്ലാ കാര്യങ്ങൾക്കും തടസ്സം ഉണ്ടാവും. ശാരീരിക ബുദ്ധിമുട്ടുകൾ വർദ്ധിക്കും. ശരീരസുഖം കുറയും. സാമ്പത്തിക നഷ്ടം വരും. അപ്പോൾ ഇങ്ങനെ ഒരു കാര്യവും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല സമയത്തിന്. ഇപ്പോൾ ശാരീരിക ബുദ്ധിമുട്ടുകളും ഇതൊക്കെ വരും. എല്ലാ കാര്യങ്ങൾക്കും മന്ദത വരുത്തും. ഇന്നെന്നുള്ളത് നാളെ ആക്കി മാറ്റാനുള്ള ടെൻഡൻസി കൂട്ടും. നമ്മൾ ബോധപൂർവമല്ല, നമ്മളെ കൊണ്ട് ചെയ്യാൻ സമ്മതിക്കില്ല. നമുക്ക് തന്നെ അലസതയും മന്ദതയും വരും. പ്രത്യേകിച്ച് പഠിക്കുന്ന കുട്ടികൾ വളരെ കൂടുതലായിട്ട് സൂക്ഷിക്കണം. കാരണം നിങ്ങൾക്ക് മന്ദത കൂടും. അത് പഠിത്തത്തെ സാരമായി ബാധിക്കും. മുതിർന്നവരായാലും ജോലിയിലാവട്ടെ ബിസിനസ്സിലാവട്ടെ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന റിസൾട്ട് വരത്തില്ല. അതുകൊണ്ടാണ് നമുക്ക് ഇതിനെ പ്രതിവിധി ചെയ്യേണ്ടത്. ശനിയുടെ പിതാവാണ് സൂര്യഭഗവാൻ. രാവിലെ എണീച്ച് എല്ലാ ദിവസവും ഒരു വർഷക്കാലവും രാവിലെ എണീച്ച് പ്രപഞ്ചനാഥനായ സൂര്യനെ ആരാധിക്കണം. ശാസ്താവിന് പറ്റുന്ന ദിവസങ്ങളിൽ നീരാഞ്ജനം കത്തിക്കണം. ശനിയാഴ്ച ദിവസങ്ങളിൽ ഒരു ശനീശ്വര യന്ത്രം പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ വിദ്യാരാജഗോപാല യന്ത്രവുമായി ചേർത്ത് ദേഹരക്ഷ ധരിക്കണം. മുതിർന്നവരാണെങ്കിൽ ശനീശ്വര യന്ത്രം ധനാകർഷണ യന്ത്രവുമായി ചേർത്ത് ദേഹരക്ഷ ധരിക്കണം. ഇത് പ്രൊട്ടക്ഷനാണ്. അതുപോലെ തന്നെ ഇവിടെ ഒരു പ്രൊട്ടക്ഷനായിട്ട് ധരിക്കണം. അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും സൂക്ഷിക്കേണ്ട ഒരു കാര്യം, നമ്മളിന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ രാവുകാല സമയം നോക്കി പോകണം. കാരണം ശനിയാണ്. രാവുകാല സമയത്ത് ശനി ദിവസവും കൂടി ഓരോ കാര്യത്തിന് ശുഭകാര്യത്തിന് ഇറങ്ങുകയാണെങ്കിൽ കൂടുതൽ കഷ്ടപ്പെടുത്തും. രാവുകാല സമയം വരുന്നത് ശരിക്ക് 9 തൊട്ട് 10:30 മണി വരെ എന്ന് കലണ്ടറിൽ ഇട്ടിട്ടുണ്ടെങ്കിലും 9:14 തൊട്ട് 10 മണി 9:14 തൊട്ട് രാവുകാലം തുടങ്ങും. 10:48 വരെ രാവുകാല സമയമുണ്ട്. ഈ സമയം ശുഭകാര്യങ്ങൾക്ക് എടുക്കരുത്. പ്രത്യേകിച്ച് യാത്രയ്ക്ക്. ഒരു കാര്യത്തിനും എടുക്കാൻ പാടില്ലാത്ത 2 സമയമാണ് ഗുളികകാല സമയവും യമകണ്ഠ കാലസമയവും. അതിൽ ഗുളികകാല സമയം വരുന്നത് ശരിക്ക് 6 മണി 6 മിനിറ്റ് തൊട്ട് 7 മണി 40 മിനിറ്റ് വരെയും യമകണ്ഠ കാല സമയം വരുന്നത് 1 മണി 56 മിനിറ്റ് തൊട്ട് 3 മണി 22 മിനിറ്റ് വരെയും. ഈ സമയം ഒരു ശുഭകാര്യത്തിനും എടുക്കരുത്. ഇന്ന് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തേ തീരുള്ളൂ, ഇന്ന് നക്ഷത്രം കൊള്ളാം എങ്കിൽ അഭിജിത്ത് മുഹൂർത്തം എടുക്കുക. 11 മണി 57 മിനിറ്റ് തൊട്ട് 12 മണി 45 മിനിറ്റ് വരെ അഭിജിത്ത് മുഹൂർത്ത സമയമാണ്. ഈ സമയം നമുക്ക് ശുഭകാര്യങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. അപ്പോൾ ഇന്നത്തെ ദിവസം ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കുക. വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുത്ത് പോകുമ്പോൾ നമുക്ക് കറുത്ത വസ്ത്രമോ
അല്ലെങ്കിൽ നീല കളറിലുള്ള വസ്ത്രമോ വസ്ത്രധാരണത്തിൽ ഉൾപ്പെടുത്തുക. അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും ഭാഗ്യദായകമായി തീരട്ടെ. ശനീശ്വരൻ്റെ ദോഷഭാവം ബാധിക്കാതെ പോകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.